ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ ഫൈനലി ബ്ലമ്മിൻ്റെ TG ഡേറ്റും അതേപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഇന്നൊരു സമയത്താണ് ലിസ്റ്റ് ആവാൻ പോകുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിലും ഇല്ലെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിലും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലമ്മിൻ്റെ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, ഞാൻ എലിജിബിൾ ആവോ ഇല്ലയോ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ബ്ലമ്മിനെ പറ്റി ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അവർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് ഒരു മീം പാഡ് ക്രിയേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് എക്സ്ചേഞ്ച് പോലെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുക, അത് Web3 പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് യൂസേഴ്സ് ഉണ്ടാക്കിയിട്ട് അവർ എത്രത്തോളം ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു എയർ ഡ്രോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നു. അന്ന് തന്നെ അവരൊരു കോർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോർ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ എക്സ്ചേഞ്ച്, ഒരു ട്രേഡിംഗ് എക്സ്ചേഞ്ച് ബൈനാൻസ് പോലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയതൊക്കെ എടുത്തോ അതേപോലെയുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അത് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയത്. അപ്പോൾ ആദ്യം അവർ കുറേ ആൾക്കാരിനെ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒരു എയർ ഡ്രോപ്പ് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രീതിയിൽ അവർ കൊണ്ടുവന്നു. എയർ ഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ പലതും കൊണ്ടുവന്നു ഒരു പാതിയായി കുറേ ആൾക്കാർ ഫാം ചെയ്ത് നല്ല പോയിന്റ്സിലൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ അവർ കൊണ്ടുവന്നു ഞങ്ങൾ മീം പാഡാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ മീം പാഡിലേക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ മീം പാഡൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് തരാം. അപ്പോൾ ഈ മീം പാഡ് കൊണ്ടുവരലും അതേപോലെ തന്നെ മീം കോയിൻ ട്രേഡ് വരുമ്പോഴേക്കും ഈ കറൻറ്റ് പ്രസൻറ്റ് ടൈമിൽ ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ എന്താണ്, ആരും ഇപ്പോൾ മീം കോയിനിലൊന്നും ഒരുപാട് ട്രേഡ് ചെയ്യുന്നില്ല, ഒരുപാട് റിസ്ക് ഫാക്ടർ വന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഒരു മീം ട്രേഡിങ്ങിൻ്റെ വളരെയധികം ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ആ ഒരു സമയത്താണ് ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത്. അത് വൻ രീതിയിൽ തന്നെ ദുരന്തമായി മാറിക്കഴിഞ്ഞു. ഇതിൽ വരുന്ന ഏതൊരു മീം കോയിൻസ് ആയിക്കോട്ടെ ഒരു CX പോലും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഡ്രോബാക്ക് ആണ്. അപ്പോൾ അവർ ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കാം, എന്നാലാണ് ഇനി ആൾക്കാർ കൂടുതൽ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കയ്യിൽ നിലനിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യില്ല, ഇത് യൂസ് ചെയ്യില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നു. ഇതിൽ മേജറായിട്ട് അവർ ഇതിൽ ഏതൊരു കോയം വന്നു എന്ന് പറഞ്ഞു അത് നിങ്ങൾ വെളിയിലെ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഭയങ്കര വെസ്റ്റായിട്ട് അവരുടെ ഈ ഒരു മീം പാഡ് പൊളിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ എയർ ഡ്രോപ്പിൻ്റെ കാര്യം വന്നു. അപ്പോൾ ഇനി എന്തായാലും എല്ലാം അടങ്ങി, ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവർ പറയാണ് ഞാൻ അടുത്തത് എയർ ഡ്രോപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ടോക്കൺ കൊണ്ടുവന്ന് തരികയാണ്. അതിൻ്റെ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞങ്ങൾ വെക്കുന്നുണ്ട്. ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രേഡ് ചെയ്യണം, അവൻ്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്രേഡിംഗ് ബോട്ട് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഒരു പുതിയ ഫീച്ചർ ആയിക്കോട്ടെ അതിലൊക്കെ ഒരുപാട് പേര് ആൾക്കാർ യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് കോർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്. ഇനി നമുക്ക് എന്തായാലും അപ്ഡേറ്റിലേക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്നലെയാണ് ഇതിൻ്റെ റോഡ് മാപ്പ് ഇവർ എന്ത് ചെയ്തത്, അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ റോഡ് മാപ്പ് നമുക്ക് നോക്കാം. ഇതുവരെയുള്ള റോഡ് മാപ്പിൽ അവർ പറഞ്ഞിട്ട കാര്യങ്ങളൊന്നും ഒന്ന് പാതി വരെ ചെയ്തിട്ട് വേറെ കാര്യങ്ങളൊക്കെ വളരെ ദൂരെയായി മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അതിൽ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാർട്ടർലി 2 of 2025 എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. TGE എയർ ഡ്രോപ്പ് ടോക്കൺ യൂട്ടിലിറ്റീസ് ആൻഡ് ടോക്കണോമിക്സ്, AI ഏജൻറ്റ് ഓൺ മീം പാഡ് ട്രേഡിംഗ് അരേന, അതേപോലെ തന്നെ ഫിയാറ്റ് ഓൺ ഓഫ് റാപ്പ് ഇൻ്റഗ്രേഷൻ, സെമി കസ്റ്റഡി വാലറ്റ്, വെബ് പ്ലാറ്റ്ഫോം, ട്രേഡിംഗ് ടെർമിനൽ, ടോക്കൺ ലോഞ്ചർ, മൾട്ടി ചെയിൻ എക്സ്പാൻഷൻ, Prep12 ഫ്യൂച്ചർ കോൺട്രാക്ട് ആൻഡ് TMA ആൻഡ് വെബ് അഡ്വാൻസ് ട്രേഡിംഗ് ടെർമിനൽ. അതേപോലെ തന്നെ 2025 അവസാനം വരെയും ബ്ലം ലിസ്റ്റിംഗ് ടോക്കൺ പ്രൊജക്ട് DX ആൻഡ് പ്രൊജക്ട് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ Prep12 ഫ്യൂച്ചർ റെഫറൽ V2 MPC വാലറ്റ്, അതേപോലെ തന്നെ ബ്ലം മൊബൈൽ ആപ്ലിക്കേഷൻ, ചെയിൻ അബ്സ്ട്രാക്ഷൻ, മോർ DEX ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഈ ക്വാർട്ടർലി 3 of 2025 ബ്ലം ലിസ്റ്റിംഗ് ടോക്കൺ പ്രൊജക്ട് ടു അവർ DEX ആൻഡ് അതർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലിസ്റ്റ് ആവുമായിരിക്കും, പക്ഷേ ഇന്നൊരു പറഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്തൊക്കെ ആയിരിക്കും ലിസ്റ്റ് ആവാന്ന്. വളരെയധികം ഇങ്ങനെയുള്ള ഒരു അപ്ഡേറ്റും കൂടി നമുക്ക് എന്താണ് ഡൗട്ടാണ്. അതേപോലെ തന്നെ ഇതിൽ ക്വാർട്ടർലി 2 of 2025 TGയും എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയയും ടോക്കൺ യൂട്ടിലിറ്റിയും ടോക്കണോമിക്സും പറഞ്ഞിട്ടുണ്ട്. TGE എന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് ആണോ? തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് അല്ല. TGE എന്ന് പറഞ്ഞാൽ ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് എന്നുള്ളൊരു സംഭവം മാത്രമാണ്. ഈ ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് നമ്മളിപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു കുട്ടി ജനിച്ചു, അപ്പോൾ അച്ഛൻ്റെ കയ്യിലേക്ക് ആദ്യം കൊണ്ടുവന്ന് തന്നു, ഇയാളാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു അച്ഛനായിട്ട് നിങ്ങൾ TGE പ്രോസസ്സ് തുടങ്ങിക്കോ. ഇനി ആ കുട്ടിനെ വളർത്തണം, കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടത്. കല്യാണം കഴിച്ച് കൊടുത്താൽ ആ കുട്ടിനെ ഒരു നല്ല സെറ്റിലാക്കുമ്പോഴാണ് അത് ലിസ്റ്റ് ആവുക, നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പോൾ TGE എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ലിസ്റ്റിംഗ് എന്നുള്ളൊരു കാര്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവർ
TGE കമ്മിങ് സൂൺ ഇൻ ദി സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു TGE ടോക്കൺ ജനറേറ്റ് ചെയ്തിട്ട് അവർ വെക്കുമായിരിക്കാം, അങ്ങനെയുള്ളൊരു കാര്യമൊക്കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ എപ്പോഴാണ് ഇത് ലിസ്റ്റ് ആവുക എന്നുള്ളൊരു കറക്റ്റ് സമയം നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ബ്ലം ലിസ്റ്റിംഗ് ടോക്കൺ പ്രൊജക്ട് ടു അവർ DX ആൻഡ് അതർ പ്ലാറ്റ്ഫോം. അപ്പോൾ ക്വാർട്ടർലി 3 of 2025 ആവുമോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തന്നെ ലിസ്റ്റ് ആവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നവർക്ക് പെട്ടെന്നൊന്ന് ഇങ്ങനെ ഒരു രീതിയിലും കൂടി ചിന്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് ഹോപ്പ് വയ്ക്കുക. അപ്പോൾ ബ്ലം എയർ ഡ്രോപ്പ് മിനിമം ക്രൈറ്റീരിയ ആൻഡ് അവർ റോഡ് മാപ്പ് ഫോർ ക്വാർട്ടർലി 2 and quarterly 3/24 ആർ ഹിയർ. യു ആർ എലിജിബിൾ ഫോർ ദ ബ്ലം എയർ ഡ്രോപ്പ് ഇഫ് യു ഹാവ്, നിങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എലിജിബിൾ ആവുള്ളൂ. മിനിമം 100K ബ്ലം പോയിന്റ്സ് വേണം, 1,00,000 ബ്ലം പോയിന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. മിനിമം 750 മീം പോയിന്റ്സ് നിങ്ങൾക്ക് വേണം. ഓർ പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അപ്പോൾ മോസ്റ്റ്ലി ആൾക്കാരും പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ടോണൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഒരു പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി എന്ന് വെച്ചിട്ട് ചെറിയ ടോണിൻ്റെ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി വീക്ക്ലി ഡെയിലി ഒക്കെ മേ ബി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി കംപ്ലീറ്റ് ആവാം. എന്നാലും നമുക്ക് ഈ ഒരു 750 മീം പോയിന്റ്സ് എടുക്കുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എടുത്ത് വെക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും അതിനെ പറ്റിയിട്ട് കൂടുതൽ നോക്കാം. അതേപോലെ തന്നെ മിനിമം 2 റെഫറൽസ് ഓക്കെയാണ്. മിനിമം 2 റെഫറൽ കിട്ടുന്നതൊക്കെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഒരു റെഫറൽ എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും 2 പേരെയെങ്കിലും റെഫർ ചെയ്യുക. അത് ഈ റെഫർ ചെയ്യുന്ന ആൾക്കാർ ആക്റ്റീവ് റെഫറിന് പല മുമ്പ് അവരെന്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ റെഫർ ചെയ്യാൻ നോക്കുക എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ആൻഡ് ഹിയർ കംസ് ബ്ലം റോഡ് മാപ്പ് ഫോർ Q2 and Q3 this year. Is we have got what new feature you can expect in Blum products, AI powered tools and seamless. പിന്നെ അവരുടെ ആ ഒരു മീം പാഡിൻ്റെ ട്രേഡിങ്ങിൻ്റെയും കാര്യമാണ്. അതേപോലെ തന്നെ ഒരു ടിപ്പ് എന്ന് വേണ്ട അവർ തന്നിട്ടുണ്ട്. സ്നാപ്ഷോട്ട് ഹാസ് നോട്ട് ബീൻ ടേക്കൺ എറ്റ്, സോ ദർ ഈസ് സ്റ്റിൽ ടൈം ടു ലെവൽ അപ്പ് യുവർ അക്കൗണ്ട്. ആൾസോ ലിറ്റിൽ എക്സ്ട്രാ അറ്റൻഷൻ ടു ബ്ലം മീം പോയിന്റ്സ് മൈറ്റ് ബി ഹെൽപ്ഫുൾ. ഫോർ മോർ ഡീറ്റെയിൽ ചെക്ക് ഔട്ട് അവർ ബ്ലോഗ്. അങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് മെയിനായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ട്രേഡിംഗ് ബോട്ടും ഇതിൻ്റെ ഒരു മീം പാഡും നിങ്ങൾ യൂസ് ചെയ്യണം. അതുമാത്രമാണ് അതിലൊരു ബ്ലാക്ക് മെയിൽ രീതിയിൽ കൂടി തന്നെ പറയുകയാണ്. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചാൽ ഇവന്മാരെല്ലാവരും ഇത് യൂസ് ചെയ്യും. അപ്പോൾ എന്തായാലും അങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓവർ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, അതിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലോഗിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വായിച്ച് നോക്കുക. ഇനി ഇതും എടുത്തു എന്ന് പറഞ്ഞാൽ വീഡിയോ വളരെയധികം വലുതാവും. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൻ്റെ ആപ്പിലേക്ക് പോവാണ്. എങ്ങനെയാണ് ഇനി ഇതിൽ മീം പോയിന്റ്സ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാവർക്കും കുറേ ആൾക്കാർക്ക് ബ്ലം പോയിന്റ്സ് ഉണ്ടാവും. ബ്ലം പോയിന്റ്സ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഉണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ ഇടയിൽ ഇവരെന്ത് കൊണ്ടുവന്നു, ഒരു ടാപ്പ് ടു ഏണിൽ വളരെയധികം മൾട്ടിപ്പിൾസ് പോയിന്റ്സ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പോയിന്റ്സ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ആൾക്കാരുടെ എന്താണുള്ളത്, 10 lakhും 5 lakhും 6 lakhും അങ്ങനെ വലിയ രീതിയിലൊക്കെ ഈ ടിക്കറ്റ് യൂസ് ചെയ്ത് അവർ ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിവിടെ എൻ്റെ അക്കൗണ്ടിലുള്ള പോയിന്റ്സ് എത്രയാണെന്ന് പറഞ്ഞാൽ 550 മീം പോയിന്റ്സ് ആണ്. അതേപോലെ തന്നെ ബ്ലം പോയിന്റ്സ് 3,51,256. ഇതൊക്കെ വളരെയധികം കുറവാണ്. എന്താണെന്ന് കാരണം പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ ഇട്ടോ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാരണം എന്ന് മനസ്സിലാവും. അപ്പോൾ എനിക്കിവിടെ 540 ടിക്കറ്റ് ഇവിടെ വീണ്ടും പാസസ് കളിച്ച് തീർക്കാനുണ്ട്. ഇതൊക്കെ എപ്പോൾ കളിച്ച് തീർക്കാനാണെന്ന് എനിക്കൊരു പിടുത്തമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ എന്താണ് കൂടുതൽ പറഞ്ഞിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഈ മീം പോയിന്റ്സ് എന്ന് പറയുന്നത് 550 എനിക്കുള്ളൂ. അത് 750 എങ്കിലും നമുക്ക് വേണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മീം പോയിന്റ്സ് നമുക്ക് കൂട്ടാൻ പറ്റുക? ട്രേഡ് ടു ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ട്രേഡ് ടു ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് അവിടെ 4-5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ലോഞ്ച് ടോക്കൺ വിത്ത് മീം പാഡ് എന്ന് പറഞ്ഞാൽ 500 മീം പോയിന്റ്സ് നമുക്ക് കിട്ടും. നമ്മൾ ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്തു, ഇതിലൊരു മീം പാഡിൽ ടോക്കൺ ജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് 500 പോയിന്റ് കിട്ടും. എങ്ങനെയാണ് ടോക്കൺ ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ തന്നെ പണ്ടോ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. യുവർ ടോക്കൺ മൂവ് ടു DX എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു DX പ്ലാറ്റ്ഫോം അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ 10,000 മീം പോയിന്റ്സ് കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഒരുപാട് മാർക്കറ്റ് ക്യാപ്പ്, ഒരുപാട് പൈസ നിങ്ങൾ അതിൽ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും എത്താൻ പോകുന്നില്ല. ട്രേഡ് ഓൺ മീം പാഡ്, അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെയും 3ാമത്തെയും പോയിന്റ് കിട്ടി. ലോഞ്ച് ടോക്കൺ വിത്ത് മീം പാഡ് 500 പോയിന്റ്സും ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് കാരണം 50 മീം പോയിന്റ്സ് കിട്ടിയതാണ് അവിടെ വന്നിട്ട് 550 പോയിന്റ്സ് അവിടെ കിടക്കുന്നത്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ 750 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ട്രേഡ് വിത്ത് ട്രേഡിംഗ് ബോട്ട്, അതിൻ്റെ പുതിയൊരു പ്ലാറ്റ്ഫോമായ അതിൻ്റെ ഒരു ട്രേഡിംഗ് ബോട്ടിൽ ഫോർ ഈച്ച് $10 ഫോർ ട്രേഡിംഗ് വോളിയം വിത്ത് സിംഗിൾ ട്രാൻസാക്ഷൻ. അപ്പോൾ $10 വർത്തുള്ള എന്തെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾ ബൈ ചെയ്യേ സെല്ല് ചെയ്യേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് 750 മീം പോയിന്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രേഡിംഗ് ബോട്ടിൽ ഞാനൊന്ന് തൊടുന്നുണ്ട്. ട്രേഡിംഗ് ബോട്ട് തൊട്ടപ്പോൾ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ 2 കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സൊലാന ബ്ലോക്ക് ചെയിനിൽ ഇല്ലെങ്കിൽ സൊലാനിൽ വരുന്ന ടോക്കൺസും നമുക്കിവിടെ ഉപയോഗിക്കാം, ടോണിൽ വരുന്ന ടോക്കൺസും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിവിടെ സൊലാനയൊക്കെ ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീഡ് ഫ്രേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കി
മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൊലാന ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ടോൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സ്റ്റാർട്ട് ഫസ്റ്റ് തൊട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ട് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വന്നു. അപ്പോൾ നമ്മുടെ ബാലൻസും സൊലാന ബാലൻസ് അല്ലെങ്കിൽ സൊലാന വാലറ്റിൻ്റെ ബാലൻസും ടോൺ ബാലൻസിൻ്റെ ബാലൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ MP പോയിന്റ്സ് എന്ന് പറയുന്നത് 550 MP പോയിന്റ്സ് ആണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഗെറ്റ് 750 MP ഫോർ എവറി $10 ഇൻ എ സിംഗിൾ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം, നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ ഓർ സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ട്രേഡ് എനി സൊലാന ആൻഡ് ടോൺ ടോക്കൺസ്, സെൻഡ് എ ടോക്കൺ അഡ്രസ്, ടിക്കർ, ലിങ്കർ ഓർ പിക്ക് ഫ്രം ദ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മെയിൻ മെനു കൊടുക്കുന്നുണ്ട്. ഇവിടെ ടോക്കൺ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടോക്കൺ ലിസ്റ്റിൽ നമുക്കിവിടെ എന്ത് വന്നിട്ടുണ്ട്, ടോക്കൺ ലിസ്റ്റ് പിക്ക് എ സൊലാന ടോക്കൺ ഓർ ടോൺ, ഏത് വേണമെങ്കിലും നമുക്ക് പിക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടോൺ ടോക്കൺസ് പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ഫസ്റ്റ് വന്ന് കിടക്കുന്നത് നമ്മുടെ നോട്ട് കോയിൻ ആണ്, പിന്നെ PX ആണ്, നോട്ട് പിക്സലാണ്. നോട്ട് പിക്സൽ ഞാൻ ഒരിക്കലും വാങ്ങാൻ പറയില്ല. അതേപോലെ തന്നെ FPA ബാങ്ക് എന്ന് പറഞ്ഞിട്ടും എസ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 4-5 ഹൈ ടോപ്പിൽ കുറച്ച് നല്ല മാർക്കറ്റ് ക്യാപ്പിലൊക്കെ നിൽക്കുന്ന പ്രൊജക്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഏതാണെന്ന് പറഞ്ഞാൽ നോട്ട് കോയിൻ തന്നെ മേടിച്ചോ. കുറച്ച് ഒരു വാല്യൂ ഒന്നും ഒരുപാട് വാല്യൂ കുറയില്ല എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് പറയുന്നത്. വാല്യൂ കുറയും കുറയാതിരിക്കുക, അതൊക്കെ ആ ഒരു മാർക്കറ്റിൻ്റെ കളികളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നോട്ട് കോയിനിൽ തൊടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാലറ്റിൽ ഒരു $10 എബോവ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാനും വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അവരുടെ എന്തൊക്കെ അനൗൺസ്മെൻ്റ് ആണ്, ബൈ എമൗണ്ട് 1 ടോൺ സ്ലിപ്പേജ് കാണുന്നുണ്ട്, ട്രേഡ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ബൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് സ്ലിപ്പേജ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് മാറ്റാം. അതേപോലെ തന്നെ സെറ്റ് ബൈ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതും നിങ്ങൾക്ക് മാറ്റാം. അങ്ങനെയുള്ള 2 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ബൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ടോൺ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റി, അത് ബൈ ചെയ്യാൻ പറ്റി. അടുത്ത് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അത് സെല്ല് ചെയ്തോ അപ്പോൾ തന്നെ സെല്ല് ചെയ്താൽ ചെറിയൊരു ഫീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കുമായിരിക്കണം. എന്നാൽ മാത്രമാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ പിടിക്കും. അപ്പോൾ അങ്ങനെ ഇത് സെല്ല് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ഒരു ട്രേഡ് എന്ത് ചെയ്തു, ഈ ബൈ ചെയ്താൽ തന്നെ ട്രേഡ് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് 750 മീം പോയിന്റ്സ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടാനുള്ള ഒരു വഴിയുള്ളൂ. ഇല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്ക് കയറാനുള്ള ഒരു വഴിയുള്ളൂ. ഞാനിവിടെ ഇത് ചെയ്യുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യും. ഇനിയിപ്പോൾ 550 വരെ ആക്കി, ഇനിയിപ്പോൾ ഒരു 200 കൂടി കൂട്ടണം എന്നല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യും. ഇതിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴൊന്നും പ്രതീക്ഷ വെക്കേണ്ട. ഇനി ഒരു 3-4 മാസം കഴിയണം. അവർ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് സ്പ്രിങ്ങിനാണ് TGE പ്രോസസ്സ് സ്റ്റാർട്ട് ആക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്പ്രിങ് എപ്പോഴാണ്, April May, അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സമ്മർ വരാൻ തുടങ്ങി. അപ്പോൾ ഈ April May ഈ ഒരു മെയിലൊക്കെ ആയിരിക്കും ഇവർ TGE പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത് Q3 of 2025 ആവാം എന്ന് അതിൻ്റെ റോഡ് മാപ്പ് തന്നെ പറയുന്നുണ്ട്. അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് തിരുത്തിയിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇടുക. അപ്പോൾ ബാക്കിയുള്ള വേറെ എല്ലാ കാര്യങ്ങളും ഒരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇവിടെ ടോക്കൺ ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു ഏൺ സെഷനിലേക്ക് വരിക, ഒരുപാട് ടാസ്കുകൾ ഇപ്പോഴും പെൻഡിങ് കിടക്കുന്നുണ്ടാവും. ആ ടാസ്കൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, ഡെയിലി ഫാമിംഗ് ചെയ്യുക. ഇതിൽ ഡെയിലി സ്ട്രീക്ക് ഒരു മെയിൻ മാറ്റേഴ്സ് ആയിട്ട് മാറാം. ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നും ആയിരിക്കില്ല ലാസ്റ്റ് അവർ ഒന്ന് നോക്കുക. ഇത് അവൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെയും ഇല്ലെങ്കിൽ ആ ഒരു മീം പാഡിനെ ഒരുപാടൊന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമായിട്ടായിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് വല്ല തെറ്റ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറഞ്ഞു. പിന്നെ ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് സാധാരണ ഒരു പ്രൊജക്റ്റ് അല്ല. നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും വേറെ പ്രൊജക്റ്റിനേക്കാളും ഒരു നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കിട്ടട്ടെ. അതിൻ്റെ എല്ലാ സ്ട്രാറ്റജികളും പതുക്കെ ആയാലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല രീതിയിലാണ്. അതേപോലെ തന്നെ ഈ ഒരു എല്ലാം കുറുക്ക് വഴി കൂടെ ചെയ്താൽ കൂടെ നമുക്ക് ഇതൊരു നല്ല പ്ലാറ്റ്ഫോം ആണല്ലോ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു ആപ്പൊക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൽ നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ കൊടുക്കണ്ടേ എന്നുള്ളൊരു കാര്യം കൂടി ചിന്തിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ മേ ബി നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ കൂടുതൽ ആൾക്കാർ ശ്രമിക്കുക. ഒരുപാട് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഓരോ ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ 20% ഓഫ് ഫ്രം സ്റ്റേറ്റ് കമ്മീഷനൊക്കെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് ഇതിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. ഇതിലിപ്പോൾ റീസെൻ്റ്ലി ഇവിടെ ലീഡർ ബോർഡും കാണാൻ പറ്റുന്നുണ്ട്. ലീഡർ ബോർഡിലൊക്കെ ഞാൻ 9,82,855 എൻ്റെ മീം പോയിന്റ്സിൽ ഞാൻ കിടക്കുന്നത്. എനിക്കപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എന്താണ് ഇടയിലൊന്നും കളിച്ചില്ല. അപ്പോൾ അത് വളരെയധികം മോശമായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലം പോയിന്റ്സിൻ്റെ മീം പാഡ് അവിടെ എന്താവുന്നില്ല, വർക്കാവുന്നുണ്ടെങ്കിൽ ഞാൻ ആൾറെഡി തന്നെ ഇതിലൊരു സ്ക്രീൻഷോട്ടൊക്കെ നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്കും ലീഡർ ബോർഡൊക്കെ പറയുക. അപ്പോൾ ഞാനത് 10 ലക്ഷത്തി എത്രയോ സംതിങ്ങിലൊക്കെയാണ് ഞാൻ ബ്ലം പോയിന്റ്സിൽ കിടക്കുന്നത്. അപ്പോൾ വളരെയധികം എനിക്കിതിൽ നിന്ന് പ്രോഫിറ്റ് ഒക്കെ കിട്ടുമോ ചോദിച്ചാൽ വളരെയധികം പ്രോഫിറ്റ് കുറവായിരിക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ഹോപ്പൊന്നും വെക്കാതെ, നിങ്ങളും ഒരുപാട് ഹോപ്പൊന്നും വെക്കാതെ നിങ്ങളുടെ ലീഡർ ബോർഡൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ള എല്ലാ ഹോപ്പും പോകും. അപ്പോൾ എല്ലാ രീതിയിലും അങ്ങനെ ഹോപ്പൊക്കെ പോട്ടെ. ഒരിക്കലും ഹോപ്പ് വെച്ചെന്ന് പറഞ്ഞാൽ ഏതൊരു പ്രൊജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല എന്ന് നോ മോർ എക്സ്പെക്റ്റേഷൻ ആണ് ഈ ഒരു ക്രിപ്റ്റോയിലൊക്കെ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കി.
മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ഒരുപാട് ഇൻഫർമേഷനും ഒരുപാട് കാര്യങ്ങളും പൈസ ഉണ്ടാക്കുന്നതും ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കുന്നതും വളരെയധികം ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതും എല്ലാ രീതിയിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് മോസ്റ്റ്ലി പറയുന്നത്. പെട്ടെന്ന് തന്നെ അപ്ഡേറ്റുകൾ പറയുന്നത് ഞാൻ വീഡിയോ ആയിട്ട് പറയുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു ടൈം പരിധിയൊക്കെ ഉണ്ടല്ലോ. ചില ആൾക്കാർ പറഞ്ഞു ബ്രോ വീഡിയോ ചെയ്യാൻ പറഞ്ഞില്ലേ അന്നത്തെ ആ പ്രൊജക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈം ലിമിറ്റേഷനൊക്കെ ഇല്ലേ. നമ്മൾ എന്തായാലും ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറണം. ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ എവിടെയൊക്കെ ചർച്ചയാവുന്നു അവിടെയൊക്കെ ഞാൻ ഫേമസ് ആവും എന്നുള്ളൊരു കാര്യം ചിന്തിക്കുന്ന ഒരാളാണ്. എത്രത്തോളം നെഗറ്റീവ് പറയുന്നു അത്രത്തോളം നെഗറ്റീവ് പറയുക, എത്രത്തോളം പോസിറ്റീവ് പറയുന്നു അത്രത്തോളം പോസിറ്റീവ് പറയുക, എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏഞ്ചൽ ഫണ്ട് ഇതിൽ നിങ്ങൾ കയറാതിരിക്കുന്നത് ഒരുപാട് പൈസയൊക്കെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് ആൾക്കാർക്ക് റെഫർ ചെയ്യാം. നിങ്ങൾ തന്നെ റെഫർ ലിങ്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി 170 രൂപ കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഏഞ്ചൽ ഫണ്ടിൻ്റെ ഈ ഒരു ലൂട്ട് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കയറുക. ഇതിലൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ UPI കൊടുക്കുക. UPI കൊടുത്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാക്ക് കിട്ടാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ GPayയിൽ പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൂഫും കൂടി കാണിച്ച് തന്നിട്ട് വീഡിയോ എന്തായാലും നിർത്താം. അപ്പോൾ ഞാനിവിടെ GPay വന്നിട്ടുണ്ട്. GPayയിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒന്ന് ക്യാഷ് ഫ്രീ എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ ബൾക്ക് പേ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമുക്കിവിടെ പൈസ വന്നുകൊണ്ടിരിക്കുക. എനിക്കുള്ള ചോയ്സ് റെഫറലിൽ 100 രൂപ കയറിയിട്ടുണ്ട്. ഈ ഏഞ്ചൽ ഫണ്ട് 170 രൂപ കയറിയിട്ടുണ്ട്. ഏഞ്ചൽ ഫണ്ട് ഒരുപാട് 170 രൂപ 400 രൂപ 200 രൂപ അങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കയറണം. നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഇത് റെഫർ ചെയ്യണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്താൽ നിങ്ങൾക്കും പൈസ കിട്ടും, എനിക്കും പൈസ കിട്ടും, നമ്മുടെ ചാനലൊക്കെ വളരും, നമുക്ക് പ്രൊമോഷനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ രീതിയിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും ഏറ്റവും വലുത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.